ജപമാല പ്രാർത്ഥനയ്ക്ക് പിശാചിന്റെ മേലുള്ള അസാമാന്യമായ ശക്തിയെ വെളിപ്പെടുത്തുന്ന ഒരു ദർശനം വിശുദ്ധ ഡോൺ ബോസ്കോയ്ക്ക് ഉണ്ടായി. 1862 പരിശുദ്ധ കന്യകാമറിയത്തിന്റെ സ്വർഗാരോപണ തിരുനാളിന്റെ തലേന്നാണ് ഡോൺ ബോസ്കോയ്ക്ക് ഈ ദർശനം ഉണ്ടായത്. താൻ കണ്ട ദർശനത്തെക്കുറിച്ചും ജപമാലയ്ക്ക് സാത്താന്റെ മേലുള്ള ശക്തിയെക്കുറിച്ചുമുള്ള കാര്യങ്ങൾ അദ്ദേഹം പിന്നീട് തന്റെ കുട്ടികൾക്ക് വിവരിച്ചു കൊടുത്തു. ദർശനം ഇങ്ങനെയാണ്. ഒരു അപരിചിതൻ ഡോൺ ബോസ്കോയെ ഒരു പുൽത്തകിടിയിലേക്ക് കൊണ്ടുപോയി. അവിടെ ഏകദേശം 20 അടി നീളമുള്ള ഭയാനകമായ ഒരു പാമ്പ് ചുരുണ്ടു കിടക്കുന്നത് അദ്ദേഹം കണ്ടു. ഭയന്നോടാൻ ശ്രമിച്ച ബോസ്കോയെ ആ അപരിചിതൻ തടയുകയും പാമ്പിന്റെ അടുത്തേക്ക് ചെല്ലാൻ ആവശ്യപ്പെടുകയും ചെയ്തു. പാമ്പിനെ നേരിടാൻ ആ മനുഷ്യൻ ഒരു കയർ കൊണ്ടുവന്നു. കയറിന്റെ ഒരറ്റം അദ്ദേഹം പിടിക്കുകയും മറ്റേ അറ്റം പിടിക്കാൻ ഡോൺ ബോസ്കോയോട് ആവശ്യപ്പെടുകയും ചെയ്തു. അവർ ആ കയർ വലിച്ചു പിടിച്ച് പാമ്പിന്റെ മുകളിലേക്ക് അടിച്ചു. കയർ തട്ടിയ ഉടനെ പാമ്പ് മുകളിലേക്ക് ചാടുകയും കയറിൽ കുരുങ്ങി ചാവുകയും ചെയ്തു. പാമ്പ് ചത്തതിനു ശേഷം അപരിചിതൻ ആ കയർ ചുരുട്ടി ഒരു പെട്ടിയിലാക്കി. അല്പസമയത്തിനു ശേഷം അദ്ദേഹം ആ പെട്ടി തുറന്നപ്പോൾ ആ കയർ ആവേ മരിയ എന്ന അക്ഷരങ്ങളുടെ രൂപത്തിൽ ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നത് കണ്ടു. വിശുദ്ധൻ കണ്ട ദർശനത്തിന്റെ അർത്ഥവും ഈ ദർശനത്തിലൂടെ ലഭിച്ച പ്രധാന സന്ദേശങ്ങളും ഇവയാണ്. പാമ്പ് സാത്താനെയും പാപപ്രലോഭനങ്ങളെയും സൂചിപ്പിക്കുന്നു. കയർ നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥനയെയും അതുവഴി ജപമാലയെയുമാണ് സൂചിപ്പിക്കുന്നത്. ജപമാല ചൊല്ലുന്നതിലൂടെ ദുഷ്ടശക്തികളെ തോൽപ്പിക്കാനും നശിപ്പിക്കാനും സാധിക്കുമെന്ന് ആ അപരിചിതൻ ബോസ്കോയ്ക്ക് വിശദീകരിച്ചു കൊടുത്തു. നമുക്ക് പ്രലോഭനങ്ങളോ ഭയമോ ഉണ്ടാകുമ്പോൾ ഭക്തിയോടെ നന്മ നിറഞ്ഞ മറിയമേ എന്ന് പ്രാർത്ഥിച്ചാൽ സാത്താൻ പരാജയപ്പെടും. പരിശുദ്ധ അമ്മയുടെ എളിമയ്ക്കും ലാളിത്യത്തിനു മുന്നിൽ പിശാചിന് നിൽക്കാൻ കഴിയില്ലെന്നും നമുക്ക് പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ ഭക്തിയോടെ ജപമാല ചൊല്ലാമെന്നും അപ്പോൾ വിജയം നമ്മുടേതായിരിക്കുമെന്നും വിശുദ്ധ ഡോൺ ബോസ്കോ നമ്മെ ഓർമ്മിപ്പിക്കുന്നു.